أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. 81-ാമത്തെ ഹദീസ്. അസാമിനു, ഈ ബാബിലെ 8-ാമത്തെ ഹദീസ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, തവക്കുല് ചെയ്യുക, അതുപോലെ ഉറപ്പുണ്ടാവുക എന്ന അധ്യായമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അൻ അബീ ബക്രിൻ അസ്സുദ്ദീഖി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാന ഇബ്നു ആമിർ ഇബ്നു ഉമർ ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തൈം ഇബ്നു മുറത്ത് ഇബ്നു കഅബ് ഇബ്നു ലുഅയ് ഇബ്നു ഗാലിബിൽ ഖുറശി തൈമി റളിയല്ലാഹു അൻഹു. പൂർണ്ണമായ നാമം വഹുവ, അദ്ദേഹവും, വ അബൂഹു, അദ്ദേഹത്തിൻ്റെ പിതാവും, വ ഉമ്മുഹു, അദ്ദേഹത്തിൻ്റെ മാതാവും, സ്വഹാബത്തുൻ, സ്വഹാബികളാണ്, റളിയല്ലാഹു അൻഹും. ഖാല, മഹാനവറുകൾ പറയുകയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യത്തെ ഹദീസാണ്, റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഹദീസാണിത് ഈ കിതാബിൽ. അതുകൊണ്ടാണ് പൂർണ്ണമായ പേര് പറഞ്ഞത് കേട്ടോ. നവർതു, ഞാൻ നോക്കി, ഇലാ അഖ്ദാമിൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് ഞാൻ നോക്കി. മുശ്രിക്കീങ്ങൾ കൂട്ടമായി നിൽക്കുകയാണ്. അവരുടെ കാൽ പാദങ്ങളിലേക്ക് ഞാൻ നോക്കി. വനഹനു, ഞങ്ങൾ, ഞാനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും, ഫിൽ ഗാരി, ഗാറ് സൗറിലാണ്, ഗാറ് ഗുഹയിലാണ്, സൗറ് ഗുഹയിലാണുള്ളത്. വഹും, അവർ, മുശ്രിക്കീങ്ങൾ, അലാ റുഊസിന, ഞങ്ങൾക്ക് മുകളിലാണുള്ളത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിനിടയിൽ നബിതങ്ങൾ സൗറ് ഗുഹയിൽ തങ്ങുകയുണ്ടായി. മുശ്രിക്കുകൾ നബിയെ തിരഞ്ഞ് പരക്കം പായുകയാണ്. അങ്ങനെ സൗറ് ഗുഹയിൽ ഇരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുശ്രിക്കീങ്ങൾ അവരുടെ തലക്ക് മുകളിൽ നിൽക്കുന്നത് കണ്ടു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ പറഞ്ഞു, ലൗ അന്ന, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ലൗ അന്ന അഹദഹും, അവരിൽ ഒരാൾ, നളറ, നോക്കിയാൽ, തഹ്ത ഖദമൈഹി, അവൻ്റെ കാൽപാദത്തിനു താഴെ നോക്കിയാൽ, ല അബ്സറന, അവൻ നമ്മളെ കാണും. അല്ലാഹുവിൻ്റെ റസൂലെ, അവരിൽ ഒരാൾ അവരുടെ കാൽപാദങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ കാണുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ ദന്നുക, നീ എന്താണ് വിചാരിക്കുന്നത്, യാ അബാബക്രിൻ, അബൂബക്കറെ, നീ എന്താണ് വിചാരിക്കുന്നത്, ബിസ്നൈനി, 2 പേരെ കൊണ്ട് നീ എന്താണ് വിചാരിക്കുന്നത്,
അല്ലാഹു സാലിസുഹുമാ, അവരുടെ കൂടെ അല്ലാഹു ഉണ്ട്. അവരുടെ കൂടെ ആരുണ്ട്? അല്ലാഹു ഉണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നീ എന്താണ് ധരിച്ചിരിക്കുന്നത്? മൂന്നാമനായി നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ട്. ഇപ്പൊ രണ്ടുപേരെ കാണുന്നുള്ളൂ, പക്ഷെ മൂന്നാമനായി ആരുണ്ട്? അല്ലാഹു ഉണ്ട്. അപ്പോ അല്ലാഹുവിൽ അചഞ്ചലമായ ഉറപ്പോടുകൂടെ തവക്കുലോടുകൂടെ നിൽക്കണം എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അബൂബക്കർ അള്ളാഹുവിന് ബേജാറുകൊണ്ട് ചോദിച്ചതാണ്. അബൂബക്കർ അള്ളാഹുവിന് തവക്കുൽ കുറവായതുകൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നാണ് പേടി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് കുഴപ്പമുണ്ടായ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ കുഴപ്പമില്ല. യാത്രക്കിടയിൽ പലരും സൽക്കരിക്കുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ കുടിക്കുന്നു, പാല് കുടിക്കുമ്പോൾ നബിതങ്ങൾ കുടിക്കുന്നത് കണ്ട് മഹാനവറുകൾ സംതൃപ്തനാവുകയാണ്. ഗുഹയുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളുണ്ടല്ലോ. ഗുഹയിൽ കയറിയപ്പോൾ ആദ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് കയറിയത്. എന്തെങ്കിലും അപകടം അതിൽ പതിയിരിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ. ഇല്ല എന്ന് ഉറപ്പായപ്പോൾ നബിതങ്ങളെ വിളിച്ചു. അവിടെയുള്ള ദ്വാരങ്ങളെല്ലാം തുണിയുടെ ഭാഗം കൊണ്ട് അടച്ചു. ഒരു ദ്വാരം അടക്കാൻ കഴിഞ്ഞില്ല. അവിടെ തള്ളവിരൽ വെച്ചു, കാലിൻ്റെ തള്ളവിരൽ വെച്ചു. ചരിത്രം നമുക്കറിയാലോ. അങ്ങനെ പാമ്പ് കടിച്ചു. അങ്ങനെ നബിതങ്ങൾ ഉറങ്ങുകയായിരുന്നു. ഉണർന്നു. നബിതങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഉമിനീർ കാരണം അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ വിഷം ഏറ്റില്ല. വേദന കൊണ്ട് പ്രയാസപ്പെട്ടപ്പോഴും നബിതങ്ങളുടെ ഉറക്കം ബുദ്ധിമുട്ടാകരുത് എന്ന ആത്മമിത്രത്തിൻ്റെ കരുതൽ അതായിരുന്നു അവിടെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, നീ ഒരു വിചാരവും വേണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ ജുമാന 82-ാമത്തെ ഹദീസ്. അത്താസിഉ, ഈ ബാബിലെ ഈ അധ്യായത്തിലെ 9-ാമത്തെ ഹദീസ്. അൻ ഉമ്മിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ഉമ്മി സലമത്ത് റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ഇദാ ഖറജ മിൻ ബൈത്തിഹി, നബി തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിൽ, കാല നബി തങ്ങൾ പറയുമായിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്ന് പറയാറുണ്ടായിരുന്നു. നമ്മൾ കാണാതെ പഠിക്കണം. ബിസ്മില്ലാഹി, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ഇറങ്ങുന്നു, പുറപ്പെടാൻ ആരംഭിക്കുന്നു. തവക്കൽതു, ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി, തീർച്ചയായും ഞാൻ, അഊദു ബിക, ഞാൻ നിന്നോട് സംരക്ഷണം തേടുന്നു. അൻ അളില്ല, ഞാൻ പിഴച്ചു പോകുന്നതിനെ. ഔ ഉളല്ല, അല്ലെങ്കിൽ എന്നെ പിഴപ്പിക്കപ്പെടലിനെ, എന്നെ വഴിപിഴപ്പിക്കുന്നതിനെയും വഴിപിഴപ്പിക്കപ്പെടുന്നതിനെയും മറ്റൊരാൾ എന്നെ പിഴപ്പിക്കുന്നതിനെയും ഞാൻ കാവൽ ചോദിക്കുന്നു. അതുപോലെ ഔ അസില്ല, ഞാൻ അബദ്ധത്തിൽ ചെന്ന് ചാടുന്നതിനെയും
ഔ ഉസല്ല അല്ലെങ്കിൽ എന്നെ അബദ്ധത്തിൽ അകപ്പെടുത്തുന്നതിനെയും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഔ അദ്ലിമ ഞാൻ ആക്രമിക്കുന്നതിനെയും ഞാൻ എന്താകുന്നതിനെ ആക്രമിക്കുന്നതിനെ, അല്ലെങ്കിൽ ഔ ഉദ്ലമ ഞാൻ ആക്രമിക്കപ്പെടുന്നതിനെയും ഞാൻ ചോദിക്കുന്നു. ഔ അജ്ഹല ഞാൻ വിഡ്ഢിയാവുന്നതിനെയും, ഔ യുജ്ഹല അലയ അല്ലെങ്കിൽ എന്നെ വിഡ്ഢിയാക്കുന്നതിനെയും, ഞാൻ വിഡ്ഢിത്തരം മണ്ടത്തരം കാണിക്കുന്നതിനെയും അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും മണ്ടത്തരത്തിൽ അകപ്പെടുത്തുന്നതിനെയും ഇന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. حديث صحيح رواه أبو داود والترمذي. قال الترمذي هذا حديث حسن صحيح وهذا لفظ أبي داود. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിൻ്റെ ലഫ്ളാണ്. ഇതേ മീനിങ് ആരും കൊണ്ടുവന്നിട്ടുണ്ട്? ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത് കാണാതെ പഠിക്കണം കേട്ടോ ഈ ദിക്റുകൾ. 83-ാമത്തെ ഹദീസ് അൽ ആശിറു, ഈ അദ്ധ്യായത്തിലെ 10-ാമത്തെ ഹദീസ്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഒരാൾ പറഞ്ഞാൽ, യഅനി നബി തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇദാ ഖറജ മിൻ ബൈതി അവൻ്റെ വീട്ടിൽ നിന്നും പുറത്തു പോകുന്ന സമയത്ത് പറഞ്ഞാൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ, ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ യാത്ര ആരംഭിക്കുന്നു, തവക്കൽതു അലല്ലാഹ് ഞാൻ അവൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നു, വലാ ഹൗല വലാ ഖുവത ഒരു കഴിവും അതുപോലെ ഒരു സഹായവും ഇല്ലാ ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനും സാധിക്കൂ എന്നതിൻ്റെ അർത്ഥം. വലാ ഹൗല അള്ളാഹുവിൻ്റെ ഒരു സഹായവുമില്ല, വലാ ഖുവത്ത ഒരു കഴിവുമില്ല, ഇല്ലാ ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. യുഖാലു ലഹു അപ്പോൾ അവനോട് പറയപ്പെടും, അങ്ങനെ പറഞ്ഞാലേ അവനോട് അതിൻ്റെ ഫലം കിട്ടും. എന്താ പറയപ്പെടുക? ഹുദീത നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു, വകുഫീത നീ സ്വയം പര്യാപ്തനായിരിക്കുന്നു, വവുഖീത നീ സുരക്ഷിതനായിരിക്കുന്നു, വതനഹ അൻഹു ശൈത്താനു ശൈത്താൻ അവനെ തൊട്ട് പിന്മാറുകയും ചെയ്തിരിക്കുന്നു. അകന്നുപോകും ശൈത്താൻ. എന്ത് ചെയ്യും? അകന്നുപോകും. ഇത് പറഞ്ഞ റവാഹു അബൂ ദാവൂദ വത്തിർമിദിയു വന്നസാഇയു വഗൈറുഹും വഖാല തിർമിദി ഹദീസുൻ ഹസനുൻ. സാദ അബൂ ദാവൂദ് ഫയഖൂലു യഅനി ശൈത്താൻ, ശൈത്താൻ പറയും. അപ്പോൾ അബൂ ദാവൂദ് റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടിയുണ്ട്, ശൈത്താൻ പറയും, ശൈത്താനിന്നാഖറ മറ്റൊരു ശൈത്താനോട് പറയും, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വവുഖിയ, എങ്ങനെ നമുക്ക് അവനെ
സ്വാധീനിക്കാൻ കഴിയും, ഒരാളെ സ്വാധീനിക്കാൻ കഴിയും. എങ്ങനെയുള്ള ആളാണ്? ഖദ് ഹുദിയ, അവൻ സന്മാർഗം ലഭിച്ചിരിക്കുന്നു, അവന് സ്വയം പര്യാപ്തത ഉണ്ടായിരിക്കുന്നു, അവന് സുരക്ഷയുണ്ടായിരിക്കുന്നു. പിന്നെ എങ്ങനെ നമുക്ക് അവരെ പഴപ്പിക്കാൻ കഴിയുന്നു? ശൈത്താൻ മറ്റേ ശൈത്താനോട് പറയും, ഈ ദിക്ർ ചൊല്ലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു അപകടവും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന്. ഓക്കെ അല്ലേ? എവിടെ ജുമാന, ഫൈസ? കാണാതെ പഠിക്കട്ടോ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് പറയുകയും ചെയ്യാം. 84-ാമത്തെ ഹദീസ്. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അഖവാനി, രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു, അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. വകാന അഹദുഹുമാ, രണ്ട് പേരിൽ ഒരാൾ, യഅ്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കലേക്ക് വരുമായിരുന്നു. പഠിക്കാനേ, അറിവ് പഠിക്കാൻ നബി തങ്ങളിലേക്ക് ഒരാൾ നബി തങ്ങളുടെ അടുത്തേക്ക് വരും. ഇൽമു പഠിക്കാൻ വേണ്ടി, അറിവ് പഠിക്കാൻ വേണ്ടി ഒരാൾ, ദീൻ പഠിക്കാൻ വേണ്ടി, പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വരും. വൽ ആഖറു, മറ്റൊരാൾ, രണ്ടാമത്തെ ആൾ, യഹ്തരിഫു, അവൻ ജോലി ചെയ്യുന്നതാണ്, തൊഴിലിൽ ഏർപ്പെടും. അവൻ തൊഴിൽ ഏർപ്പെടും, കുടുംബത്തിന് ഭക്ഷണം കഴിക്കാനും കുടുംബത്തിന്റെ സംരക്ഷണത്തിനും വേണ്ടി തൊഴിൽ ചെയ്യും. ഫശക്കൽ മുഹ്തരിഫു, ജോലി ചെയ്യുന്ന, തൊഴിലിന് പോകുന്ന വ്യക്തി പരാതി പറഞ്ഞു, അഖാഹു, തൻ്റെ സഹോദരനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു. ഫഖാല, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ലഅല്ലക, നിനക്ക് ആയേക്കാം, തുർസഖു, ഭക്ഷണം നൽകപ്പെട്ടേക്കാം, ബി, അവനെ കൊണ്ട്, അവൻ കാരണമായേക്കാം നിനക്ക് റിസ്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഓൻ പഠനം മുടക്കണ്ട, ഓൻ പഠിച്ചോട്ടെ. ഓൻ്റെ കാരണം കൊണ്ടാണ്, ഓൻ അറിവ് പഠിക്കുന്നതിൻ്റെ മഹത്വം കൊണ്ടാണ് നിനക്കും റിസ്ക് നൽകപ്പെടുന്നത് എന്ന്. റവാഹു തിർമുദി, തിർമിദി, രണ്ടും വായിക്കട്ടോ. തിർമുദിന്നും വായിക്കാം, തുർമുദിന്നും വായിക്കാം, തിർമിദിന്നും വായിക്കാം, തിർമുദിന്നും വായിക്കാം. ബി ഇസ്നാദിൻ സ്വഹീഹിൻ അലാ ഷർത്തി മുസ്ലിമിൻ. യഹ്തരിഫു, യഹ്തരിഫു എന്ന് പറഞ്ഞാൽ യക്തസിബു, ജോലി ചെയ്യുന്നു, വ യതസബ്ബബു, ജീവിതോപാധി കണ്ടെത്തുന്നു, പണിക്ക് പോകുന്നു എന്നർത്ഥം. അപ്പൊ ഒരു വീട്ടില് ഒരു അറിവ് പഠിക്കാൻ പോകുന്ന ഒരാളുണ്ട് എങ്കിൽ അവൻ്റെ ബറക്കത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകപ്പെടും എന്നല്ലേ ഇപ്പം ഇതിൻ്റെ സാരം. അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഒക്കെ അറിവ് പഠിക്കാൻ വേണ്ടി ആളുകളെ തയ്യാറാക്കണം. നമ്മുടെ സഹോദരന്മാരൊക്കെ പഠിക്കുന്നവരുണ്ടോ? നിങ്ങൾ പഠിക്കുന്നവരാണ്. അപ്പം നിങ്ങളെ വർക്കത്തും ആണുങ്ങളെ മാത്രമല്ല കേട്ടോ, പെൺകുട്ടികൾക്കും ഉണ്ടാവും. കാശിഫാക്ക് ബ്രദേഴ്സ് ഇല്ലേ, ഇത് ഇങ്ങനെ പഠിക്കുന്നവരുണ്ടോ? അറിവ് പഠിക്കുന്നവരുണ്ടോ? ഒറ്റ മകളാ? ആ, ഓക്കെ. ഇവിടെ നിതാക്കോ? ചെറിയ കുട്ടിയാണ്. ഫൈസാന്റെ ഒരാളുണ്ട് അല്ലേ? ഒരാൾ
ഒരാൾ പഠിക്കുന്നില്ലേ? രണ്ടാളും പഠിക്കുന്നുണ്ട്. യെസ്. ജുമാനെ നീ പഠിക്കണ്ടല്ലോ, അപ്പം നിന്റെ വർക്കത്തുകൊണ്ട് ഓർക്കും വർക്കത്തുണ്ടാവും. ഞാൻ പേപ്പർ നോക്കിയിട്ടുണ്ട് പരീക്ഷയുടെ, കണ്ടില്ലേ? ഉത്തരം എഴുതിയാൽ മതി, പറയുമ്പോൾ കുറച്ച് തെറ്റും. നിന്റെ മാത്രമേ സബ്മിറ്റ് ആയിട്ടുള്ളൂ, ബാക്കി 3 പേരിനും സബ്മിറ്റ് ആയിട്ടില്ല. അവരെഴുതിയത് സബ്മിറ്റ് ആയിട്ടുണ്ട്, പക്ഷെ നോക്കാൻ പറ്റുന്നില്ല. ഉത്തരം പറയണ്ട, പറയുമ്പോൾ എന്താണെന്ന് അറിയാം, കുറേ തെറ്റും. സർഫാക്കുമ്പോഴൊക്കെ അത് എഴുതുക വേണ്ട. എഴുതുമ്പോൾ എന്താ, എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി. എഴുതുമ്പോൾ എന്താവും, ക്ലിയർ ആയിട്ട് എത്തും. അപ്പം പറയലും ഉണ്ടാവും, എഴുത്തും ഉണ്ടാവും, രണ്ടും പാടെ എഴുതും. ഓക്കെ. അപ്പോൾ അതാണ് ഈ അറിവ് പഠിക്കുന്നവർക്കുള്ള മഹത്വം. നിബിധങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഏരിയകൾ. എന്തപ്പോൾ കുറച്ചൊക്കെ പഠിച്ചിട്ട് എന്തൊക്കെ പഠിക്കുക, നല്ല കുറേ പരസ്യങ്ങൾ ഇങ്ങനെ കാണാം. 21-ാം വയസ്സിൽ ലൈഫ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ പരസ്യങ്ങളും. എല്ലാം അള്ളാഹുവാണ് നൽകുന്നത്. പഠിക്കുന്നവർക്ക്, അറിവ് പഠിക്കുന്നവർക്ക് ഒരു മഹത്വമുണ്ട്, ഒരു പ്രാധാന്യമുണ്ട് എന്ന് ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. യെസ്, ക്ലിയർ അല്ലേ? അടുത്ത പറയട്ടെ. ബാബുൻ ഫിൽ ഇസ്തിഖാമത്തി. ഇസ്തിഖാമത്ത് നിലകൊള്ളുക, സത്യപ്രതിബദ്ധത എന്നൊക്കെ പറയാം. ചൊവ്വാകുക, ശരിയാവുക എന്നൊക്കെ അർത്ഥം പറയാം. ഇസ്തഖാമ യസ്തഖീമു ഇസ്തിഖാമത്ത്. ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, ഫസ്തഖിം, നബിയേ നിങ്ങൾ നിലകൊള്ളുക, കമാ ഉമിർത, നിങ്ങളോട് നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട പ്രകാരം നിങ്ങൾ ചൊവ്വാവുക, നിലകൊള്ളുക. അള്ളാഹു നമുക്ക് നിബിധങ്ങളോട് പറയണം. നിബിധങ്ങളോട് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടി പാടല്ലേ അത്. നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതനുസരിച്ച് നിങ്ങൾ നിലകൊള്ളുക. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ, ഖാലു അവർ പറഞ്ഞു, റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്നവർ, സുമ്മസ്തഖാമു, പിന്നെ അവിടെ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു, നേരാവുകയും ചെയ്തു. എന്നാൽ തതനസ്സലു അലൈഹിം, അവരുടെ അടുക്കലേക്ക് ഇറങ്ങും, അൽ മലായികത്തു, മലക്കുകൾ ഇറങ്ങും. മരണസമയത്ത് മലക്കുകൾ ഇറങ്ങും, മരണാവസരത്തിൽ. എന്നിട്ട് പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കരുതേ, നിങ്ങളെന്താവണ്ട, ഭയപ്പെടണ്ട. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട, ടെൻഷനാവണ്ട. വരാനുള്ള കാര്യങ്ങൾക്കാണ് പേടി എന്ന് പറയാം. സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ് ഖൗഫ് എന്ന് പറയാം. കഴിഞ്ഞു പോയ വിഷമങ്ങളെ കുറിച്ചാണ്, സംഭവിച്ചതിനെ കുറിച്ചാണ് ദുഃഖം, വ്യസനം, ഹുസ്ൻ എന്ന് പറയും. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ വരാനുള്ള കാര്യം ആലോചിച്ച് ഭയപ്പെടണ്ട. അതുപോലെ നിങ്ങൾക്ക് ചെയ്തതിനെ ആലോചിച്ച് നിങ്ങൾ ടെൻഷനാവുകയും വേണ്ട. വഅബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കൂ, ബിൽ ജന്നത്തി, സ്വർഗം കൊണ്ട്.
എങ്ങനെയുള്ള സ്വർഗമാണ്? അല്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദത്തം നൽകപ്പെട്ട സ്വർഗം കൊണ്ട്, നിങ്ങൾക്ക് വാഗ്ദത്തം നൽകപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ. നഹനു, നാം, ഞങ്ങൾ, മലക്കുകൾ പറയല്ലേ, അപ്പൊ ഞങ്ങൾ, ഔലിയാഉക്കും, നിങ്ങളുടെ സംരക്ഷകരാണ്, നിങ്ങളെ സംരക്ഷിക്കും. ഫിൽ ഹയാത്തി ദുനിയ, ദുനിയവിയായ ജീവിതത്തിലും, വൽ ഫിൽ ആഖിറ, ആഖിറത്തിലും, ആഖിറത്തിലും ദുനിയാവിലും ഞങ്ങൾ നിന്നെ സംരക്ഷിക്കും. വലക്കും, നിങ്ങൾക്കുണ്ട്, ഫിഹാ, സ്വർഗത്തിൽ, മാ തസ്തഹി, ആഗ്രഹിക്കുന്ന ഒന്ന്, അൻഫുസുക്കും, നിങ്ങളുടെ ശരീരങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് നിങ്ങൾക്കുണ്ട്. വലക്കും, നിങ്ങൾക്കുണ്ട്, ഫിഹാ, അവിടെ, മാ തദ്ദഊൻ, നിങ്ങൾ കൊതിക്കുന്നതുണ്ട്. നിങ്ങൾ അപ്പൊ വരെ പോയിക്കോ. നിങ്ങൾക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ആവശ്യപ്പെടുന്നതുമൊക്കെ നിങ്ങൾക്ക് സ്വർഗത്തിൽ ലഭ്യമാണ്. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, നുസുലൻ മിൻ ഗഫൂരിൻ റഹീം, ഗഫൂറായ റഹീമായ അല്ലാഹുവിൽ നിന്നുമുള്ള സ്വീകരണവുമാണ്. നിങ്ങളെ സ്വീകരിക്കും. അപ്പോ അള്ളാഹുവാണ് നമ്മുടെ നാഥൻ, രക്ഷിതാവ് എന്ന് പറയുകയും ഈമാൻ ഉൾക്കൊള്ളുകയും പിന്നെ ശരിയാവുകയും ചൊവ്വാവുകയും ചെയ്താൽ മരണവേളയിൽ മലക്കുകൾ വന്ന് പറയും, പേടിക്കണ്ട, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലൊക്കെ ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ് എന്ന് പറയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? വഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ, സുമ്മസ്തഖാമു, പിന്നെ അവർ അതിൽ സ്ഥിരമാവുകയും ചെയ്യുന്നു, വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടി വേണ്ട, വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയുമില്ല, ഉലൈക, അവർ, അസ്ഹാബുൽ ജന്നത്തി, സ്വർഗത്തിന്റെ ആളുകളാണ്, ഖാലിദീന ഫീഹാ, അവർ സ്വർഗത്തിൽ ശാശ്വതരാണ്, ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ച ഒന്നിന് പ്രതിഫലമായി, അവർ പ്രവർത്തിച്ച ഒന്നിന്റെ പ്രതിഫലമായി അവരവിടെ സ്ഥിരമാണ്. അല്ലാഹു നമ്മളെ കയ്യിൽ കൊടുത്തട്ടെ. 85 عن أبي عمرة سفيان بن عبد الله رضي الله عنه قال قلت ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ ഖുൽ അങ്ങ് പറയണം ലി എന്നോട് ഫിൽ ഇസ്ലാമി മതത്തിൻ്റെ വിഷയത്തിൽ ഒരു കാര്യം ഖൗലൻ ഒരു വാക്ക് പറയണം ലാ അസ്അലു ഞാൻ ചോദിക്കൂല അൻഹു അതിനെക്കുറിച്ച് അഹദൻ ഗൈറക നിങ്ങളോടല്ലാതെ വേറൊരാളോടും ചോദിക്കൂല മറ്റൊരാളോടും എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയൂല അപ്പോൾ എനിക്ക് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു തരണം വേറെ ആളും എനിക്ക് ചോദിക്കാനില്ല ചോദിക്കാൻ കഴിയൂല അതുകൊണ്ട് എനിക്കൊരു വാക്ക് പറയണം ഖാല അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഖുൽ ആമൻതു ബില്ലാഹ് നീ പറയേ ആമൻതു ബില്ലാഹ് ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു
എന്നിട്ട് സുമ്മസ്തഖിം, പിന്നെ നീ ചൊവ്വാക്, അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യും. എന്ത് വന്നാലും അതിൽ നിന്ന് മാറരുത്. അല്ലേ? ക്ലിയർ അല്ലേ? അമൻതു ബില്ലാ എന്നിങ്ങനെ പറയാം നമ്മൾ. എന്നിട്ട് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കൃത്യമായി പാലിക്കുക. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم, വിധങ്ങൾ പറഞ്ഞു, ഖാരിബൂ വസദ്ദിദൂ, ഖാരിബൂ നിങ്ങൾ സന്മാർഗം സ്വീകരിക്കുക, വസദ്ദിദൂ നിങ്ങൾ സത്യം അവലംബിക്കുക. ഖാരിബൂ നിങ്ങൾ സന്മാർഗം സ്വീകരിക്കുക, വസദ്ദിദൂ നിങ്ങൾ സത്യം അവലംബിക്കുക. വഅലമൂ നിങ്ങൾ അറിയുക, അന്നഹു തീർച്ചയായും കാര്യം, ലൻ യൻജുവ ഒരിക്കലും രക്ഷപ്പെടുകയില്ല, അഹദുൻ മിൻകും നിങ്ങളിൽ നിന്നും ഒരാളും, ബിഅമലിഹി അവന്റെ കർമ്മം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല. കർമ്മം കൊണ്ട് മാത്രം രക്ഷപ്പെടൂല. ഖാലൂ അപ്പോൾ അവർ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളും അങ്ങനെയാണോ, താങ്കളും അങ്ങനെയാണോ? ഖാല അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വലാ അന ഞാനും രക്ഷപ്പെടൂല, ഇല്ലാ അൻ യതഗമ്മദനി എന്നെ പൊതിഞ്ഞാലല്ലാതെ അല്ലാഹു ബിറഹ്മത്തിൻ കാരുണ്യം കൊണ്ട്, മിൻഹു അവനിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടും, ഫളിൻ ഔദാര്യം കൊണ്ടും, അവനിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ ഞാനും എന്താവൂല, രക്ഷപ്പെടുകയില്ല. നമ്മള് നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത്, നമുക്ക് ഉഷാറായിക്കണു, അടിപൊളിയായിക്കണു എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അത് വേറെ. എല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യവും കനിവും കൊണ്ടാണ് നമുക്ക് എല്ലാം നേടാൻ പറ്റുക. അമല് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയില്ല. റവാഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ? വൽ മുഖാറബത്തു, അവിടെ കാരിബു എന്നാണല്ലോ പറഞ്ഞത്. അതിന്റെ വിശദീകരിക്കട്ടോ. ഹദീസിൽ പറഞ്ഞ കാരിബു, ഖാറബ യുഖാരിബു, മുഖാറബത്ത് മസ്ദറാണല്ലോ. ഖാറബ യുഖാരിബു, മുഖാറബത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു, ലക്ഷ്യം വെക്കുക. എങ്ങനെയുള്ള കരുതലാണ്, എങ്ങനെയുള്ള ലക്ഷ്യം വെക്കലാണ്? അല്ലദീ ലാ ഗുലുവ ഫിഹി, അതിൽ ഓവറും ഇല്ല, വലാ തഖ്സീറ വീഴ്ചയാകലുമില്ല, അമിതമാക്കലുമില്ല, വീഴ്ച വരുത്തലുമില്ല, ഭയങ്കരമായിട്ട് ഓവറാക്കലുമില്ല, എന്നാൽ പിന്നെ കുറവാക്കലും അതുമില്ല. അപ്പോൾ ഒരു മീഡിയം ലെവലിൽ നമ്മൾ അള്ളാഹു പറഞ്ഞത് കേട്ട് എന്താവുക, ചെയ്യുക. ഇതിനാണ് ഖാരിബൂ എന്ന് പറഞ്ഞത്. സദാദ് എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്തു, അത് ഇസ്തിഖാമത്തിന്റെ അർത്ഥം. സദ്ദിദു എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത്, സത്യം അവലംബിക്കുക, ചൊവ്വാകുക. വൽ ഇസാബത്തു ശരി പ്രവർത്തിക്കുക. വൽ ലുസൂമു തഅത്തില്ലാഹ് അള്ളാഹുവിനിക്ക് ഗുണം ചെയ്യുന്നത് നിത്യമാക്കുക. വഹിയ ഈ സദ്ദിദു എന്നത് മിൻ ജവാമിഇൽ കലിമി ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കലാമാണ്. ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുക. ഒരർത്ഥം മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുക്കാൻ കഴിയില്ല. നിങ്ങൾ ശരിയാവൂ എന്ന് പറഞ്ഞാൽ നേരംഗത്തിലാവൂ, നല്ലത് ചെയ്യൂ, അതുപോലെ ശരിയായത് പ്രവർത്തിക്കൂ എന്നുള്ള ഒരുപാട് മീനിങ്ങുകൾ അവകൾക്ക് വരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
യെസ്. ഇതിൽ ഒന്ന് നോക്കി, നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ആദ്യം അബൂബക്കർ ഉണ്ട് അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ ആ ഹദീസിൽ? നളർതു ഇലാ അഖ്ദാമിൽ മുശ്രികീന വനഹ്നു ഫിൽ ഗാരി വഹും അലാ റൂസിന ഫഖുൽതു യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും നളറ തഹ്ത ഖദമൈഹി ലഅബ്സറനാ. അബ്സറ മാദിയ ഫീലാട്ടോ. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ظنك يا أبا بكر باثنين الله ثالثهما. പ്രശ്നമില്ലല്ലോ, ഹദീസ് പ്രശ്നമില്ലല്ലോ. ഇതിന് വാക്കർത്ഥം കിട്ടാത്തതുണ്ടെങ്കിൽ പറയണേ, ചോദിക്കണേ. രണ്ടാമത്തെ ഹദീസ് നോക്ക്. ഉമ്മി സലമ, ഹിന്ദ് എന്നാണ് ഇവരുടെ പേര് കേട്ടോ. ഹിന്ദ് എന്നാണ് പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന ഇദാ ഖറജ മിൻ ബൈതിഹി ഖാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല. ബ്രേക്ക് ചെയ്ത് പഠിച്ചാൽ മതി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഈ അളില്ല എന്നുള്ളതും അസില്ല എന്നുള്ളതും നമ്മളൊരു 8 ഐറ്റം ഫീല് പറഞ്ഞു. ആ 8 ഐറ്റത്തിൽ ഏതാ? നിതാ? അല്ലാതെ എന്തൊരു അഭിപ്രായം ഉണ്ടോ കാശിഫ? സ്വഹീഹാണെന്നാണോ? സ്വഹീഹാണെന്ന് മുദാഅഫാണ് ട്ടോ. ഐൻഫീലും ലാംഫീലും ഇരട്ടി വെച്ച് വരുന്നതിന് സ്വഹീഹ് എന്ന് പറയാ. എന്താണെന്ന് വെച്ചാൽ ഇല്ലത്തിൻ്റെ ലെറ്റേഴ്സ് ഒന്നുമില്ല. പക്ഷെ ഇത് സ്വഹീഹിൻ്റെ ഇതിൽ അല്ലേ പെടുക, സാലിമിലല്ല പെടുക, വൈരു സാലിമിലാണ് പെടുക മുദാഅഫ്. കാരണം ചില സ്ഥലത്ത് ഈ അക്ഷരം പോവും, ഈ രണ്ടെണ്ണം ഉള്ളത്. മസ്സ മസ്സ മസ്സു, മസ്സത്ത് മസ്സത്ത, മസ്ന എന്നും പറയും, മസിസ്ന എന്നും പറയും. അവിടെ ഒരു സീന് പോയില്ലേ. അപ്പോൾ അത് വൈറു സാലിമിൻ്റെ ഇനത്തിലാണ് പെടുക. നമ്മൾ സഞ്ചാൻ നമ്മൾ തുടങ്ങിയിരുന്നു അല്ലേ? തുടങ്ങിയെന്നല്ല, സജ്ജാനിൽ പറയത് സാലിമ് വൈറു സാലിമ് എന്ന് പറഞ്ഞിട്ട്. ഇല്ലത്തിൻ്റെ അക്ഷരമില്ല എന്നുള്ള നമുക്ക് സ്വയം എന്ന് പറയാം. പക്ഷെ ഇത് മുലാഫിൻ്റെ ഇനത്തിലാണ് പെടുക. യെസ്. അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല, കുറച്ചോനെ ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. മൂന്നാമത്തെ നോക്ക്. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല യഅനി ഇദാ ഖറജ മിൻ ബൈതിഹി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് പോകുമ്പോൾ പുറത്തു പോകുന്ന സമയത്ത് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നമ്മൾ പറയണം. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയോ? യുഖാലു ലഹു ഹുദീത വ കുഫീത വ വുഖീത. ഈ ഹുദീത, കുഫീത, വുഖീത ഇത് മൂന്നും എന്ത് ഫീലാ? ആ 8 ഐറ്റത്തിലെ
ഇതേതാ ഫീല്? മാലിയാണോ മുലാരിയാണോ അമ്രാണോ നഹിയാണോ? ഹുദീത്ത കുഫീത്ത ബുക്കീത്ത എന്നുള്ളത് ആളെ പേര് പറയറ്റാ പറയാത്ത എന്നാ പറ നിത പറ. ഹുദീത്ത കുഫീത്ത ബുക്കീത്ത ഇതെന്താണ്? കാശിഫ, ഫൈസ, ജുമാന, ആർക്കും പറഞ്ഞു. എന്ത് മാതി? മാലി മഅറൂഫാണോ മജ്ഹൂലാണോ? അപ്പൊ ഇതിന്റെ മഅറൂഫ് എങ്ങനെ വരിക? ഫൈസ, ജുമാന, കാശിഫ, നിത. ഇതൊന്നും പറയാത്തുണ്ട്. ഹദാ, യെസ്. ഹദാ, കഫ, വഖ. അതേതാ ഫീല്? ആ 7-8 ഐറ്റത്തിൽ ഏതാ ഫീല്? നാഖിസ്. ഹദാ. ഹുദിയ എന്നാണ് അതിന്റെ എന്താണ് മഅറൂഫ് മുഫ്രദ് വരിക. ഹദാ അതിന്റെ മജ്ഹൂല് ഹുദിയ. ഹദൈത്ത അതിന്റെ മജ്ഹൂല് ഹുദീത്ത. കഫ കുഫിയ, കഫൈത്ത കുഫീത്ത, വഖാ വുഖിയ. വഖാ എന്നുള്ളത് എന്താ? വഖാ അതെന്താ? അത് നാക്കിസാണോ? വഖാ പറയൂ. വഖാ എന്നുള്ളത് എന്താണ്? ലഫീഫ് മഫ്റൂഖ് അല്ലേ? ഫാവ് ഫീലും ലാം ഫീലും മുഴുത്തല്ലാണ് അതിന്റെ. ഫാവ് ഫീലും ലാം ഫീലും മുഴുത്തല്ലാണ്. ലഫീഫ് മഫ്റൂഖാണത്. മറന്നു വരുന്നത്. തനഹ തഫഅല ബാബാട്ടോ. തഫഅല തനഹാൻഹു ശൈത്താനു ഫയഖൂലു യഅനി ശൈത്താന ലിശൈത്താനിൻ ആഖർ കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വബുഖിയ. അതിന്റെ മജ്ഹൂലാണ്. വഖാ എന്നുള്ളതിന്റെ മജ്ഹൂലാണ് ബുഖിയ. കഫ എന്നുള്ളതിന്റെ കുഫിയ. ഹദ എന്നുള്ളതിന്റെ ഹുദിയ. അനസ് റളിയല്ലാഹു അൻഹു ഖാല കാന അഖവാനി. അഖ് എന്നുള്ളതിന്റെ തസ്നിയാണ് അഖവാനി. അപ്പോൾ തസ്നിയാക്കിയപ്പോൾ കണ്ട ഒരു വാവ് വന്നത്. ശരിക്കും 2 അക്ഷരമുള്ള ഇസ്മില്ല എന്നാണ്. 2 അക്ഷരമുള്ള ഇസ്മ ഉണ്ടാവില്ല. പക്ഷെ അഹും അബു എന്നുള്ളതിലൊക്കെ 3 അക്ഷരം ഉണ്ട്, 1 അക്ഷരം കളഞ്ഞു പോയതാണ്. അത് തസ്നിയാക്കുമ്പോൾ വരും. അബവാനി എന്ന വരിക. അഹുന്റെ അഹവാനി എന്ന വരിക. നെസ്മിന്റെ അവസരത്തിൽ അഹവൈനി, ജറിന്റെ അവസരത്തിന് അഹവൈനി, അബവൈനി എന്നൊക്കെ പറയും. അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന അഹദുഹുമാ യഅതി നബിയ. അതായത് അത്തായത്തി ട്ടോ, മഹ്മൂസുമാണ് നാക്കിസുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ആഖറു യഹ്തരിഫു ഫശക്ക. ശക്ക ഏതാ? ശക്ക നാക്കിസ്. ശക്കൽ മുഹ്തരിഫു അഖാഹു للنبي صلى الله عليه وسلم فقال لعلك ترزق به. رواه. باب في الاستقامة فاستقم كما أمرت. അംർ ഫീലാണ് കേട്ടോ. ഇസ്തഖാമ യസ്തഖീം എന്നതിന്റെ അംറാണ് ഇസ്തഖിം. ഇസ്തഖാമ എന്നുള്ളത് എന്താ? സഹീഹാണോ, മഹ്മൂസാണോ, മിസാലാണോ, മജ്റൂഫാണോ, നാക്കിസാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്താണ് അതിൻ്റെ ആ സായിദയായ 3 കളഞ്ഞിട്ടുള്ളതെന്ന് നോക്കിയാൽ മതി. ഇസ്തഖാമ സായിദയായ 3 കളയാം. എന്നിട്ട് നോക്കൂ. അപ്പം എന്താ വരിക? കടന്നുറങ്ങിക്കോ. അപ്പോൾ വരാം. ഏതാ വരിക? ആരാ പോയി?
കാശിഫ? സഹീഹ്. ഓക്കെ, അടുത്ത ആള്. നിസ. അജ്വഫ്. ഓക്കെ, അടുത്ത ആള് ഫൈസ. ഫൈസ കാശിഫ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇസ്തഖാമ എന്നുള്ളത്? അജ്വഫാണ് കേട്ടാ. കാമ എന്നുള്ളതിൻ്റെ ആണ്. കാമ അജ്വഫ് അല്ലേ, അതിൻ്റെ ഇസ്തിഫാലമാണ് ഇസ്തഖാമ. തതനസ്സലു തഖാഫു, അതും എന്താണ്? അജ്വഫാണ്. ഇസ്തഹ യസ്തഹി, നാക്കിസുട്ടാ. ഇസ്തഹ യസ്തഹി. അടുത്ത ദിവസം ഇതിൽ നമ്മളിത് ചോദിക്കും, അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് പറയണേ. ഖാലു അജ്വഫ്. യാ റസൂലല്ലാഹ് ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക അസ്അലു മഹ്മൂസ് ഖുൽ ആമൻതു ബില്ലാഹ് ثم استقم. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قاربوا وسددوا واعلموا أنه لن ينجو أحد منكم. ينجو نجا ينجو نجا ينجو ناكس بعمله. قال ولا أنت يا رسول الله ولا أنا إلا أن يتغمدني الله برحمة منه وفضل. ശ്രദ്ധിക്കണേ, നോക്കിയിട്ട് ഇത് ആ ബാബൊന്ന് നോക്കി വരണം. ഏത് 8 ഐറ്റം, എന്നിട്ട് അതിൽ നമ്മൾ വരുന്ന ഫീലുകളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل